HDFC ബാങ്കിൻ്റെ CDM അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ HDFC ബാങ്കിൻ്റെ നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, പണം നിക്ഷേപിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. HDFCയുടെ ATMലും CDMലും ക്യാഷ് വിഡ്രോവൽ, ഫാസ്റ്റ് ക്യാഷ്, ATM പിൻ ചേഞ്ചിങ്, ബാലൻസ് ചെക്കിങ്, സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റിങ് പോലുള്ള ട്രാൻസാക്ഷനുകളൊക്കെ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതുവഴി ഈ വീഡിയോ അവർക്കും പ്രയോജനപ്പെടും. പിന്നെ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി HDFCയുടെ CDMലേക്ക് പോകാം. ഇതാണ് HDFCയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ അഥവാ CDM. നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനിന്റെ രണ്ട് വശങ്ങളിലുമായിട്ടുള്ള ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇത് ടച്ച് സ്ക്രീൻ ആണ്, അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളെ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് HDFCയുടെ നമ്മുടെ ATM കാർഡ് ആദ്യം ഈ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യണം. അതിനായിട്ട് ഈ സ്ക്രീനിന്റെ താഴെ ദാ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നതാണ് കാർഡ് റീഡർ. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ATM കാർഡ് ദാ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട്, അതായത് അതിൻ്റെ ആ ചിപ്പ് പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ഫ്രണ്ട് സൈഡിൽ വരുന്ന പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാർഡ് റീഡറിന്റെ ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ അവിടെ കാർഡ് ലോക്ക് ആയി കഴിഞ്ഞു. ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞ് സ്ക്രീനിൽ കാർഡ് പുറത്തേക്ക് എടുക്കാനുള്ള നിർദ്ദേശം കാണിക്കും. അപ്പോൾ മാത്രമേ നമ്മുടെ ATM കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. കാർഡ് ഇൻസർട്ട് ചെയ്തതും സ്ക്രീനിൽ ഭാഷ സെലക്ട് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആ ഇംഗ്ലീഷ് എന്ന് കാണുന്നതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് സ്ക്രീനിൽ 4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ ക്യാഷ് ഡെപ്പോസിറ്റ് തന്നെയാണ്. അപ്പൊ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ആ ക്യാഷ് ഡെപ്പോസിറ്റിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാനായിട്ട് കറന്റ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയ 2 ഓപ്ഷനുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ടിന്റെ പേര് സേവിങ്സ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന ആ സേവിങ്സ് അക്കൗണ്ട് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ ചിലരൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കറന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാകും. അവർക്ക് അവരുടെ അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് ആണെന്ന് അറിയാം. അവർ മാത്രം സ്ക്രീനിന്റെ ഇടതുഭാഗത്തായി കാണുന്ന കറന്റ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അല്ലാത്തവരെല്ലാം സേവിങ്സ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പൊ എന്റെയും സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് സ്ക്രീനിൽ എന്റെ ATM കാർഡിന്റെ പിന്ന് അഥവാ നമ്മൾ പിൻ നമ്പർ എന്ന് പറയുമല്ലോ, ആ 4 അക്ക പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഈ മെഷീനിന്റെ കീപാഡ് സ്ക്രീനിന്റെ കുറച്ച് താഴെയായിട്ട് ദാ ഈ ഭാഗത്താണ് ഉള്ളത്. ഇതിലാണ് നമ്മുടെ പിന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ ATM കാർഡിന്റെ പിൻ നമ്പർ ഞാൻ ഇവിടെ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ നമുക്ക് എത്ര രൂപ വരെ ഒരു ദിവസം ഈ CDMലൂടെ നമ്മുടെ HDFC ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ 2 ലക്ഷം വരെയും കറന്റ് അക്കൗണ്ട് ആണെങ്കിൽ 6 ലക്ഷം രൂപ വരെയും ഒരു ദിവസം നമുക്ക് ഈ CDMലൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. എന്നാൽ ATM കാർഡ് ഈ മെഷീനിലേക്ക് നമ്മൾ ഒരു തവണ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് 1 ലക്ഷം രൂപ വരെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുക. നമ്മൾ ക്യാഷ് മെഷീനിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ 100, 200, 500 കറൻസികൾ മാത്രമോ അല്ലെങ്കിൽ ഈ 3 കറൻസികളും മിക്സ് ചെയ്തുകൊണ്ടോ നമ്മൾ വെക്കുകയാണെങ്കിലും മാക്സിമം 200 നോട്ടുകളാണ് നമുക്ക് മെഷീനിന്റെ ആ ഒരു ക്യാഷ് മൗത്തിലേക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കുക. കാരണം 200 നോട്ടുകൾ വെച്ചു കൊടുക്കാനുള്ള സ്പേസ് ഇതിന്റെ ക്യാഷ് മൗത്തിന് ഉള്ളൂ. അങ്ങനെ 200 നോട്ടുകളുടെ പരിധിയിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഒരു ട്രാൻസാക്ഷനിലൂടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും അത്രയും രൂപ തന്നെ അടുത്ത ട്രാൻസാക്ഷനിലൂടെ നിങ്ങൾക്ക് ഇതിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സേവിങ്സ് അക്കൗണ്ടിൽ 2 ലക്ഷവും കറന്റ് അക്കൗണ്ടിൽ 6 ലക്ഷം വരെ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഇതിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ ഈ സ്ക്രീൻ വരുമ്പോൾ തന്നെ സ്ക്രീനിന്റെ താഴെയായിട്ടുള്ള ഈ ക്യാഷ് മൗത്ത് ഇങ്ങനെ ഓപ്പൺ ആകുന്നതാണ്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ക്യാഷ് വെച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഞാനൊരു 10,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. 100, 200, 500 തുടങ്ങിയ മിക്സായ കറൻസികളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത്. നമുക്ക് 500ന്റെ മാത്രമോ 100ന്റെയോ 200ന്റെയോ മാത്രമോ കറൻസികളായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാട്ടോ. അപ്പൊ കറൻസി ഇതിലേക്ക് വെക്കുമ്പോൾ ഈ രീതിയിൽ ചെരിച്ചാണ് വെച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ കുത്തനെയോ അല്ലെങ്കിൽ കിടത്തിയോ ഒന്നും കറൻസികളെ ഇതിലേക്ക് വെക്കരുത്. അങ്ങനെ വെച്ചിട്ട് കൈയെടുത്ത
ഇതിനകം തന്നെ ക്യാഷ് മൗത്ത് ഷട്ടർ ഇതുപോലെ അടയുന്നതാണ്. ഇപ്പൊ മെഷീൻ ഞാൻ വെച്ചു കൊടുത്ത ക്യാഷിനെ കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞതും വീണ്ടും ക്യാഷ് മൗത്ത് ഷട്ടർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഞാൻ വെച്ചു കൊടുത്തതിലെ 2 കറൻസികൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അത് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പൊ അവിടെ കണ്ടില്ലേ, ആ കറൻസികൾ മടങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് തിരിച്ചു വന്നത്. അപ്പൊ മടങ്ങിയതോ കുറെ കറകളുള്ളതോ അല്ലെങ്കിൽ ഒട്ടിച്ചതോ ആയ കറൻസികളൊക്കെ ഇതുപോലെ റിട്ടേൺ വരുന്നതാണ്. മടങ്ങിയതാണെങ്കിൽ മടക്ക് നിവർത്തിയതിനു ശേഷം അതിൽ വീണ്ടും വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് ഞാൻ ഇവിടെ കാണിക്കാം. അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ ക്യാഷ് മെഷീനിലേക്ക് കയറിപ്പോവും, അല്ലെങ്കിൽ വീണ്ടും റിട്ടേൺ വരുന്നതാണ്. അപ്പൊ നമ്മൾ അത് പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ ആ നോട്ട് വീണ്ടും മെഷീനിലേക്ക് വെച്ചു കൊടുക്കരുത്. ഇനി ഒട്ടിച്ചതോ കറകളുള്ളതോ ആയ നോട്ടുകൾ വീണ്ടും നമ്മൾ വെച്ചു കൊടുക്കരുത്, കാരണം അത് വീണ്ടും റിട്ടേൺ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ കറൻസികൾ തിരിച്ചു വരികയാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേറെ നല്ല കറൻസികൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം വെച്ചു കൊടുക്കാൻ നോക്കുക. ഇപ്പൊ സ്ക്രീനിൽ റിട്ടേൺ വന്ന കറൻസികൾ അല്ലാതെ മെഷീനിലേക്ക് കയറിപ്പോയ കറൻസികൾ ഏതൊക്കെയാണ്, അതിന്റെ ടോട്ടൽ എത്ര എന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ സംഖ്യ മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയെങ്കിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ മുകളിൽ തന്നെ കൺഫേം എന്നൊരു ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഈ 9,000 എന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്നതാണ്. ഇനി തിരിച്ചു വന്ന ക്യാഷ് കൂടി എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ക്യാഷ് ഒന്നും തിരിച്ചു വന്നിട്ടില്ല എന്ന് കരുതുക, അങ്ങനെയാണെങ്കിലും എനിക്ക് കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിലോ ആ കൺഫേം എന്ന ഓപ്ഷന്റെ നേരെ താഴെയായിട്ട് ആഡ് ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്യാഷുകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തിരിച്ചു വന്ന 500കളുടെ മടക്ക് നിവർത്തി ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ആഡ് ക്യാഷ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ആ ക്യാഷ് മൗത്ത് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിലേക്ക് തിരിച്ചു വന്ന 2 500കളെ വീണ്ടും ഞാൻ വെച്ചു കൊടുക്കുന്നു. ഇപ്പൊ ക്യാഷ് മൗത്ത് അടയുകയും ആ ക്യാഷിനെയും മെഷീൻ കൗണ്ട് ചെയ്ത ശേഷം മൊത്തം 10,000 രൂപ മെഷീനിലേക്ക് കയറിയിട്ടുണ്ടെന്ന് സ്ക്രീനിൽ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇനി റൈറ്റ് സൈഡിലുള്ള കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് എനിക്കത് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ആ കൺഫേമിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ആ റെസിപ്റ്റ് എന്ന് കാണുന്ന ഭാഗത്ത് കൂടെ ഈ ഒരു ട്രാൻസാക്ഷന്റെ റെസിപ്റ്റ് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു. അങ്ങനെ ആ ക്യാഷ് HDFCയിലെ എന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ സ്ക്രീനിൽ കാർഡ് പുറത്തേക്ക് എടുക്കാൻ കാണിക്കുന്നു. അപ്പൊ എന്റെ ATM കാർഡ് മെഷീനിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ ആ ട്രാൻസാക്ഷൻ പൂർത്തിയായി. HDFC ATMലും CDMലും എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന വളരെ വ്യക്തമായ ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ തമ്പനെയിൽ ഇപ്പോൾ സ്ക്രീനിലുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.